അപ്പോൾ നമ്മുടെ കുട്ടിക്കുറുമ്പൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതാണ് എന്നോടൊപ്പം സഹായിക്കാനായിട്ട്. അപ്പോൾ സീമോൻ എടുക്കല്ലേ അത്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന അധികം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരിപാടി. ഈസി ആട്ടോ, എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ആ പരിപാടി ചെയ്യുന്നതിനായിട്ട് ബോട്ടിൽ നമ്മൾ നന്നായിട്ട് കഴുകി ഉണക്കി യെല്ലോ കളറൊക്കെ കൊടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, സുന്ദരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിന് തോളുന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക. ഡൗട്ടുകൾ ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അത് ഇതിലൂടെ മാത്രമല്ല, ഇൻസ്റ്റയിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. അതുപോലെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. തുടങ്ങാനായിട്ട് ആദ്യം തന്നെ ബോട്ടിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, യെല്ലോ കളറൊക്കെ കൊടുത്തിട്ട് കേട്ടോ. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് നമ്മളോട് ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഹായ് പറയുന്നതായിരിക്കും, അത് നമ്മൾ വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ പിന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇവിടെ ഫോം ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫോം ഷീറ്റ് എല്ലാവർക്കും അറിയാം കേട്ടോ, അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് കളേഴ്സിലുള്ളതാണ് ഫോം ഷീറ്റ്. കട്ടിയുള്ളതുണ്ട്, കട്ടിയില്ലാത്തതൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് ഫോം ഷീറ്റും വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇത് ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൽ ഞാൻ 3 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത്, റൗണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പിലൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കെടുക്കാം. അപ്പോൾ റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് ഞാൻ അതാ എടുക്കാൻ പോകണമെന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത് അല്ലേ. അതല്ല കേട്ടോ, നമുക്ക് അടുത്തൊരു പരിപാടി ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ എടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതേ ഈ 3 കട്ട് ചെയ്ത് വേസ്റ്റാക്കി കളയാറല്ലേ പതിവ്. അപ്പോൾ ഇത് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സംഭവമാണ് നമുക്ക് ഇന്ന് ആവശ്യം. അപ്പോൾ റൗണ്ട് ഷേപ്പ് നമുക്ക് വേണ്ട, റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്ത് ആ ഫോം ഷീറ്റാണ് നമുക്ക് ഇന്ന് വേണ്ടത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ പെറുക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ട, ഞാനിപ്പോൾ നല്ല ഭംഗിക്കൊന്ന് അടുക്കി വെക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഗ്ലിറ്റർ ടൈപ്പ് ഫോം ഷീറ്റാണ്. നിങ്ങൾക്ക് സാധാരണ ഫോം ഷീറ്റാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ മഞ്ഞ കളർ ബോട്ടിൽ എടുത്തുകൊണ്ട് ബ്ലൂ കളറിലെ ഫോം ഷീറ്റ് എടുത്തതേ ഉള്ളൂ. കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ. നല്ല കളർ കോമ്പിനേഷൻ അത്, ബ്ലൂ ആൻഡ് യെല്ലോ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കളർ കോമ്പിനേഷനൊക്കെ മാറ്റാം കേട്ടോ. ഞാൻ ഈ ഫോം ഷീറ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് സാധനം. ഇത് ഈ ഫോം ഷീറ്റ് കളർ ഗ്ലിറ്റർ ഒന്നുമല്ല, ഇത് സാധാരണ കട്ടിയില്ലാത്ത ഫോം ഷീറ്റാണ്. ഇത് ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതിയാവും. ഇനി നമുക്ക് പെറുക്കി വെച്ചിരിക്കുന്ന ഈ വേസ്റ്റായിട്ട് നമ്മൾ എപ്പോഴും കളയുന്ന സാധനം എടുക്കുക. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഇതിൻ്റെ ബാക്കിൽ സ്റ്റിക്കിംഗ് ആണ്, അതായത് പശയുണ്ട്. അപ്പോൾ ആ പേപ്പർ അങ്ങ് ഉരിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഗ്ലൂ എന്തെങ്കിലും ഒട്ടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാൻ ഒരെണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. ഒരെണ്ണം എടുത്ത് ഒട്ടിച്ചു വെച്ചു. എന്നിട്ട് അടുത്ത് നമ്മൾ ഒന്നിനോടൊന്ന് ചേർത്ത് കൊളുത്തി ഒട്ടിച്ചു വെക്കുക എന്ന് പറയും. അതായത് ഒന്നിനോടൊന്ന് ചേർത്ത് ഉള്ളിലോട്ട് ചേർത്ത് ഇതുപോലെ ഒട്ടിച്ചു വെക്കും. അപ്പോൾ കുപ്പി നിറയെ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഒട്ടും ഗ്യാപ്പില്ലാതെ ഒട്ടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മൾ ഒരു ഇതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കുട്ടിക്കുറുമ്പൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതാണ് എന്നോടൊപ്പം സഹായിക്കാനായിട്ട്. അപ്പോൾ സീമോൻ എടുക്കല്ലേ അത്. അപ്പോൾ ഞാൻ ചെയ്തു വെച്ച ആ ക്ലേയുടെ ഒരു ബോട്ടിലൊക്കെ എടുത്ത് കളയുകയാണ്. അപ്പോൾ ആളിപ്പോൾ തന്നെ ബ്രഷും പെയിൻറ്റും ഒക്കെ എടുത്ത് വരയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മളോടൊപ്പം ഈ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മളെ ഫോം ഷീറ്റൊക്കെ എടുത്ത് ഒട്ടിക്കാനൊക്കെ. ഇതാണ് ആളുടെ പരിപാടി. അപ്പം നമ്മുടെ പരിപാടി ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എളുപ്പം ചെയ്യാൻ പറ്റുന്നില്ലേ. അപ്പോൾ നമുക്കിനി എല്ലാവരും പരിചയപ്പെടുത്തണ്ടേ. ഞാൻ പറഞ്ഞത് ആദ്യം വീഡിയോയിൽ പറഞ്ഞ പോലെ ഹായ് പറയണം നമുക്ക്.
7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഫയ്ക്ക് ഒരു ഹായ്, പിന്നെ റിച്ചുവിന് ഒരു ഹായ്, അതുപോലെ തന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എബിന് ഹായ്, പിന്നെ അജിത അനിലിനൊരു ഹായ്, പിന്നെ റിത 8ൽ പഠിക്കുന്ന റിതയ്ക്ക് ഒരു ഹായ്, പിന്നെ നമ്മുടെ അർഷിത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അർഷിതിനൊരു ഹായ്, പിന്നെ 7ൽ പഠിക്കുന്ന ഗൗരിക്കൊരു ഹായ്, പിന്നെ ഫർഹാൻ ആൻഡ് ഫൈഹ 2 പേർക്കൊരു ഹായ്, പിന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ റിത ഹായ്, അതുപോലെ റിൻഷ 7ൽ പഠിക്കുന്ന റിൻഷയ്ക്കൊരു ഹായ്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒന്നും കൂടെ ഒരു ഹായ് പറയുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, എല്ലാവരും ക്രാഫ്റ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റാ.